നമസ്കാരം. ജോലിയുണ്ട്, പക്ഷേ കൂലിയില്ല. കേരളത്തിലെ മലയാളികൾക്ക് LDF അധികാരത്തിൽ എത്തിയതിനു ശേഷം സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം ഇതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും കൂലി നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അത്തരത്തിൽ ഒരു യുവാവ് നടത്തിയ പ്രതികരണം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. അതായത്, ഉണ്ടായിരുന്ന അധ്യാപക ജോലി ഉപേക്ഷിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ യുവ ഗവേഷകനാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഉണ്ടായിരുന്ന അധ്യാപക ജോലി അത് മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് വേണ്ടിയല്ലേ കളയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും താൻ പെരുവഴിയിലാകില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം ആ ജോലി കളയുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. മാസങ്ങളായി ഫെലോഷിപ്പ് തുക മുടങ്ങിയതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്ന് ആ യുവാവ് പരാതി പറയുന്നു. ഇതോടെ വൈകുന്നേരങ്ങളിൽ ഹോട്ടലിൽ പണിയെടുത്തും കടം വാങ്ങിയുമെല്ലാമാണ് താൻ തന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജോലി ചെയ്യുന്നതെന്നും ആ യുവാവ് ദയനീയമായി പറയുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും നാണം കെട്ട് എത്ര കാലം കൂടി തുടരാൻ കഴിയുമെന്നാണ് അയാൾ ചോദിക്കുന്നത്. ഗവേഷണ കാലത്ത് മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന കരാർ അടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവരെയെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുത്തതെങ്കിലും അവർക്ക് ജീവിക്കാൻ പോലുമുള്ള ഒരു മാർഗം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ആ യുവാവ് പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലുള്ള നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് തുക ലഭിക്കാതെ ദുരിതത്തിലായ എറണാകുളത്തെ യുവ ഗവേഷകനാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. ഒരു 100 പേരിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഒരു ആൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത്തരത്തിൽ ഒരു യുവാവ് വന്ന സ്ഥിതിക്ക് ഇതേപോലെ തന്നെ നിരവധി കുടുംബങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ചൊല്ലി പട്ടിണി കിടക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇക്കഴിഞ്ഞ ജനുവരി മുതലുള്ള 3 മാസത്തെ ഫെലോഷിപ്പ് തുക ഇനിയും ലഭിക്കാത്തതിനാൽ പട്ടിണിയിലായിരിക്കുകയാണ് തങ്ങളെന്ന് പല ഗവേഷകരുടെയും കുടുംബങ്ങളും പറയുന്നതായി ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഫെലോഷിപ്പുകളിൽ ഒന്ന് എന്ന അവകാശത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഫെലോഷിപ്പാണ് ഇത്തവണ അവതാളത്തിലായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. 2021-22 കാലഘട്ടത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലാണ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് സർക്കാർ അനുമതി നൽകുന്നത്. നിലവിൽ 2 ബാച്ചുകളിലായി 150ഓളം ഗവേഷകരാണ് ഫെലോഷിപ്പിന് അർഹരായിട്ടുള്ളത്. പക്ഷേ അർഹതയുണ്ടെങ്കിലും ഇവർക്കൊന്നും തുക ലഭിക്കുന്നില്ല എന്നത് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2024 3ാമത്തെ ബാച്ചിലുള്ളവരുടെ ചുരുക്ക പട്ടിക തയ്യാറായ വിവരങ്ങൾ കൂടെ ഇതോടൊപ്പം പുറത്തു വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പട്ടിക എന്നതാണ് ചോദ്യം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാം ഫലം ലഭിക്കുന്നത്. തങ്ങൾ ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് വാക്കാൽ പറയുന്നതല്ലാതെ അതുകൊണ്ട് പൊതുജനത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. എന്തൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ഇറങ്ങുന്നവർക്കെല്ലാം ഗതി അധോഗതി തന്നെയെന്ന് ഈ ഒരു റിപ്പോർട്ടെല്ലാം പുറത്തു വരുമ്പോൾ വീണ്ടും വീണ്ടും വ്യക്തമാക്കപ്പെടുകയാണ്. ഇനിയെങ്കിലും കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടാകരുത് എന്നൊരു സന്ദേശം കൂടെയാണ് ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ആവർത്തിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.